ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നവംബർ 1-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ നവംബർ 1-ാം തീയതി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തിരുവാതിര കളി, അതായത് മലയാളം കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു തിരുവാതിരയുടെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് കണ്ടിട്ട് പല ആൾക്കാരും എന്നെ പേഴ്സണലായിട്ടും വാട്സപ്പിലൂടെയൊക്കെ വിളിച്ചിട്ട് ആ ഒരു തിരുവാതിര കളിയുടെ മുഴുവനായിട്ടുള്ളൊരു ഭാഗം വേണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ആ ഒരു തിരുവാതിര മൊത്തമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പല സദസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടപ്പള്ളി നൃത്ത ആസ്വാദക സദസ്സ്, സംഗീത സദസ്സ്, കഥകളി ആസ്വാദക സദസ്സ്, സീനിയർ സിറ്റിസൺ ഫോറം, അങ്ങനെയുള്ള പല സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ കൊല്ലത്തിലെ 365 ദിവസവും പരിപാടി നടക്കുന്ന ഒരു വേദിയാണ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ വേദി. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലെ പോലെ തന്നെ അവിടെ പരിപാടികളൊന്നും അവതരിപ്പിക്കപ്പെടുന്നില്ല. എല്ലാ കൊല്ലവും നവംബർ 1 മുതൽ 7 വരെ അവിടെ മലയാള വാരാചരണം നടത്താറുണ്ട്. നമ്മുടെ കേരളപ്പിറവിയാണല്ലോ നവംബർ എന്ന് പറയുന്നത്. നവംബർ 1 നമ്മുടെ കേരളപ്പിറവി ആയതുകൊണ്ട് തന്നെ ഈ ഒരു 7 ദിവസം അവിടെ മലയാള വാരാചരണം നടത്താറുണ്ട്. അപ്പോൾ ഓരോ സംഘടനകളാണ് അവിടെ പരിപാടി നടത്തുന്നത്. അതിലെ മലയാളത്തിലെ തനത് കലാരൂപങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതായത് കഥകളി, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, കേരള നടനം, നങ്ങ്യാർകൂത്ത്, തിരുവാതിര കളി, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ, കാവ്യവേദി, ഇങ്ങനെയുള്ള കലാരൂപങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം, അതായത് 2019 നവംബറിൽ നൃത്ത ആസ്വാദക സദസ്സാണ് ഈ കവിതകൾ ബേസ് ചെയ്തിട്ട് ഒരു തിരുവാതിര അവിടെ അവതരിപ്പിച്ചത്. സാധാരണ തിരുവാതിരയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു തിരുവാതിരയായിരുന്നു കഴിഞ്ഞ കൊല്ലം ഞങ്ങളവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു അതായത് കവിതകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിരുവാതിര കളി അവിടെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ആശയം ഞങ്ങളുടെ മുന്നിൽ വെച്ചത് പോലും ഇടപ്പള്ളി നൃത്ത ആസ്വാദക സദസ്സിന്റെ പ്രസിഡന്റായ ശ്രീമതി മല്ലിക വർമ്മയും സെക്രട്ടറിയായ ചന്ദ്രിക സുബ്രേഷിനും. ഈ മല്ലിക ചേച്ചിയുടെയും ചന്ദ്രിക ചേച്ചിയുടെയും നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തിരുവാതിര അവിടെ അവതരിപ്പിക്കുന്നത്. P.K. ശങ്കരനാരായണൻ സാർ എഴുതി, അതായത് തിരുവാതിരയിൽ തന്നെ നമ്മൾക്ക് ഗണപതി സ്തുതി, സരസ്വതി, പദം, വഞ്ചിപ്പാട്ട്, അങ്ങനെയുള്ള പല ഇതായിട്ട് നമ്മൾ തിരുവാതിര അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഗണപതിയും സരസ്വതിയും നമ്മൾ തിരുവാതിരയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് അന്ന് അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ പദവും അതുപോലെ കുമ്മി അവതരിപ്പിക്കുന്നത് ശ്രീ P.K. ശങ്കരനാരായണൻ സാറിന്റെ കവിതകളാണ്. അതായത് അദ്ദേഹത്തിന്റെ മധുരം മലയാളം എന്ന കവിതയിൽ നിന്നാണ് പദം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മലയാള പൂജ എന്ന കവിതയിൽ നിന്നാണ് കുമ്മി അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കവിതകളാണ്. അത് തിരുവാതിര രൂപമായിട്ട്, അതായത് തിരുവാതിര ഗാനമായിട്ട് ഞങ്ങൾക്ക് തിരുവാതിര ഗാനത്തിന്റെ രൂപത്തിൽ ഞങ്ങൾക്ക് ചിട്ടപ്പെടുത്തി തരുന്നത് ശ്രീ K.M. ഉദയൻ മാഷാണ്. അതിനുശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, അതിൽ വരുന്നത് കൊയ്ത്തുപാട്ടാണ്. ഈ കൊയ്ത്തുപാട്ട് ശ്രീമതി മാലതി ടീച്ചറിന് എല്ലാവർക്കും അറിയാം. നമ്മുടെ തിരുവാതിര മുത്തശ്ശി ഇപ്പൊ കുറച്ചു മാസങ്ങളായുള്ളൂ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ നമ്മുടെ മാലതി ടീച്ചറിന്റെ ഇതായത് കൊയ്ത്തുപാട്ട് ടീച്ചറാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ അവിടെ തന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വഞ്ചിപ്പാട്ടാണ്. ഈ വഞ്ചിപ്പാട്ട് കേരളത്തിലെ എല്ലാ കവികളെയും, പ്രശസ്തരായ കവികളെയും അവരുടെ എല്ലാ കവിതകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഉദയൻ മാഷാണ്. നിങ്ങൾക്ക് വഞ്ചിപ്പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും കവിതയും ആ കവിതയുമാണ് അതിൽ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അദ്ദേഹം തന്നെ എഴുതി ചിട്ടപ്പെടുത്തി തരികയാണ് ചെയ്തത്. K.M. ഉദയൻ മാഷാണ് അത് ഞങ്ങൾക്ക് എഴുതി ചിട്ടപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ മംഗളമാണെങ്കിലും അതും അദ്ദേഹം തന്നെ, ഉദയൻ മാഷ് തന്നെയാണ് ഞങ്ങൾക്ക് അതും എഴുതി ചിട്ടപ്പെടുത്തി തന്നത്. അപ്പൊ ഈ പാട്ട് കിട്ടിയതിന് ശേഷം ഇതിനെ തിരുവാതിര രൂപമാക്കി മാറ്റാൻ അത് ഞങ്ങളെ സഹായിച്ചത് മാലതി ടീച്ചറിന്റെ തന്നെ ശിഷ്യയായ ശ്രീമതി രാജി വിക്രമനും എൻ്റെ അനിയത്തി കൂടിയായ ധന്യ വിനോദും കൂടിയാണ്. അത് തിരുവാതിര രൂപമാക്കി ആ ഒരു കലയിലേക്ക് മാറ്റിയത് അവരാണ്. പിന്നെ അത് പാടിയത്, അത് വേദിയിൽ അവതരിപ്പിക്കാൻ പാടുന്നതിനായി ഞങ്ങളെ സഹായിച്ചത് അനുരാധ ശങ്കറും അഞ്ജന സന്തോഷുമാണ്. പിന്നെ
അത് സാധാരണ നമ്മൾ മൃദംഗമാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും അന്ന് ഞങ്ങൾ ഇതിനെ തബലയാണ്, അന്ന് നമ്മളൊരു വാദ്യോപകരണമായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നത് തബലയാണ്. അത് വായിച്ചിരിക്കുന്നത് പ്രശസ്ത തബലിസ്റ്റായ ശ്രീ സെൽവൻ സാറാണ്. പിന്നെ അതിൽ 10 പേരായിരുന്നു ചങ്ങമ്പുഴ വേദിയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ 10 പേരാണ് ഇത് അവതരിപ്പിച്ചത്. അതായത് 5 അമ്മമാരും 5 കുട്ടികളും. എനിക്ക് എല്ലാവരുടെയും പേര് ഇവിടെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ പല വേദികളിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പല പല ആൾക്കാരാണ് ഇത് അവതരിപ്പിക്കാൻ വന്നത്. അപ്പൊ എല്ലാവരുടെയും പേര് നമുക്ക് അതിനകത്ത് പറയാൻ സാധിക്കാത്തതുകൊണ്ട് 5 കുട്ടികളും, അതായത് കോളേജിൽ പഠിക്കുന്ന 5 കുട്ടികളും 5 അമ്മമാരുമാണ് ഇത് അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ സാധാരണ ഒരു തിരുവാതിര കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു തിരുവാതിരയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലയാളം കവിത എടുത്തിട്ടാണ് നമ്മൾ ഇത് ഒരു തിരുവാതിര രൂപമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുക. ഇനി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് ഹലോ कई तोड़ा
Malayalam
Aku pura berkoy
ചായ